ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം ഒരു ഒരു വിവാദത്തിന് സ്പർക്ക് ചെയ്തേക്കാം, പക്ഷെ എന്നാലും എനിക്ക് പ്രശ്നമില്ല. അപ്പം നമ്മളുടെ വേർപാടിൻ്റെ അർത്ഥം ട്വിസ്റ്റ് ചെയ്യും. മനുഷ്യരോടും ഇതിനോടൊക്കെ വേർപെട്ട് നിൽക്കണം, പാപത്തോടെ വേർപെടുന്നു. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളാകണം. ഇപ്പം ജ്യോതിസുകളെല്ലാം കെട്ടിടത്തിനകത്തും ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയം പോരുത്, ഭയങ്കര ഇരുട്ടാണ്, മൂവി ഭയങ്കര ഇരുട്ടാണ്, അതിന് നടുക്ക് വെളിച്ചം പോയി ആയിട്ട് നിന്നേ. ഈ പെന്തിക്കോസുകാർ തങ്കബ്രദറിനെ അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് അംഗീകാരം വേണ്ടല്ലോ. ഇപ്പം IPC എന്നെ പ്രസംഗിക്കാൻ വിളിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. നമ്മുടെ സഭയിൽ പോകാൻ പറ്റത്തില്ല. PMPLി പപ്പച്ചൻ മുതൽ അവരൊക്കെ വില കൊടുത്ത് എനിക്കുണ്ടാക്കി തന്ന സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവുണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ അധികം ബഹുമാനിക്കും. ഞാൻ പരസ്യമായിട്ടും പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കി വെച്ച, നിങ്ങൾ വില കൊടുത്ത ആ സ്റ്റേജിൻ്റെ കാല് നിങ്ങളാണ്. അതിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്, അല്ലാതെ ഞാനായിട്ട് എന്തോ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അവരാ കണ്ണീരോടെ വിതച്ചത് ഞാനാണ് പോയി. PMPLി പപ്പച്ചൻ ഞാനായിട്ട് വളരെ ക്ലോസാണ്. എന്നെ ഒത്തിരി വഴക്കും പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്. ആ തിരുത്തിൽ ഞാൻ പിണങ്ങിയിട്ടില്ല, നന്നായിട്ട്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തങ്കു ബ്രദറിനോടൊപ്പമാണ്. ഡോക്ടർ മാത്യു കുരുവിള. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അതോടൊപ്പം ഹെവൻലി ഫീസ്റ്റിനെ കുറിച്ചും കൂടാതെ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ഹല്ലേലൂയ പ്രേക്ഷകരോട് പറയുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. നിരവധി ചോദ്യങ്ങളുണ്ട്, അദ്ദേഹം നമ്മളോട് സംസാരിക്കുവാൻ പോകുന്നു. തുടക്കത്തിലെ ഞാനൊരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകമെങ്ങും നടക്കുന്ന ക്രിസ്തീയ വാർത്തകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, വിശദാംശങ്ങൾ, വിശകലനങ്ങൾ ഒക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രവുമല്ല, അനുഗ്രഹീതരായ ധാരാളം ദൈവദാസന്മാരുടെ സന്ദേശങ്ങൾ, അഭിമുഖ സംഭാഷണങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. ഞങ്ങളോട് ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ഇലക്ഷൻ്റെ തൊട്ട് തലേ ദിവസമാണ്. നിശബ്ദമായ പ്രചരണത്തിൻ്റെ സമയമാണ്. ഇലക്ഷനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ എന്തോ, അല്ലെങ്കിൽ പുതിയൊരു വരാൻ പോകുന്ന ഒരു രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് സ്വർഗം, ദൈവവും. അതുകൊണ്ടാണ് എല്ലാം അധികാരങ്ങൾ ദൈവത്തിൽ നിന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നയാൾ ജയിക്കും, ഇന്നയാൾ തോക്കും, ഇന്നയാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഒരിക്കലും സഭകളിൽ ഒരു നിലപാട് വരാൻ പാടില്ല. അത് പറയുമ്പോൾ ഒരു കാര്യം, തങ്കു ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ എല്ലാം വളരെ അടുത്ത് സഹകരിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ചർച്ചുകളിൽ അല്ലെ ചർച്ചിലൊക്കെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് മാത്രമല്ല, പറയരുത്. അതുകൊണ്ടല്ല, ആ ബുദ്ധിമുട്ട് കൊണ്ടല്ല ഈ പറയുന്നത്. അല്ല പറയാൻ പാടില്ല. കാര്യം എന്ന് വെച്ചാൽ, സഭയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗോഡ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ് ചർച്ചിനെ പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത്, എക്ലീസിയ എന്ന് പറയുന്നത് ഗോഡ്സ് ഹയർ അതോറിറ്റി, സ്വർഗീയ സ്ഥലത്തിരിക്കുന്നവരാണ്. അവർ ഈ ചെറിയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അപ്പോൾ തന്നെ ഒരു സഭയ്ക്കകത്ത്, ഞാൻ സാംകുട്ടി ബ്രദറിനോടൊരു ഇൻസിഡൻറ്റ് പറയാം. കഴിഞ്ഞ വർഷം നടന്നു ഒരു ഇൻ്റർനാഷണൽ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ മീറ്റിംഗ് നടക്കുമായിരുന്നു ഹൈദരാബാദിൽ. അപ്പോൾ അവിടെ യോങ്ലി പാസ്റ്റർ പോൾ യോങ്കിച്ചോടെ അദ്ദേഹത്തെ ഉണ്ടായിരുന്നു. പ്രസിബിറ്റേറിയൻ ചർച്ചിൻ്റെ ബിഷപ്പ് ഉണ്ടായിരുന്നു, കൊറിയയിലെ. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടുത്തെ റിവൈവൽ? കാര്യം നമുക്ക് എപ്പോഴും കൊറിയ അവിടുത്തെ ഉണർവെന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആവേശവും പിന്നെ നമുക്കൊരു മാതൃകയാണ്. ഞാൻ ചോദിച്ചു, അത് ഭയങ്കര, ഇപ്പോൾ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കുമല്ലോ എന്ന്. യോഗിച്ചോയ്ക്ക് ശേഷമുള്ള ഒരു കാലം. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി ഭയങ്കര ഉണർവാണ്, അടുത്ത ജനറേഷൻ എഴുന്നേറ്റു എന്നൊക്കെ കേൾക്കാനാണ് ഞാനിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ ചിന്താഗതികളെ മാറ്റിയൊരു ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, പൊളിറ്റിക്സ് ഡിസ്ട്രോയിഡ് ദ റിവൈവൽ. അപ്പം ഞാൻ ചോദിച്ചു, പൊളിറ്റിക്സോ?
എന്ന് പറഞ്ഞാൽ സഭാരാഷ്ട്രീയമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. പെട്ടെന്ന് നമുക്കതാണല്ലോ തോന്നുന്നത്. പാസ്റ്റർമാർ ഒതുക്കിയത് പ്രോത്സാഹനം. അതെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹൗ പൊളിറ്റിക്സ് ഇൻസൈഡ് ദ നോ. പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയ ചിന്താഗതികൾ വ്യത്യസ്തമായുള്ളവർ സഭയ്ക്കകത്ത് വ്യത്യസ്തമായി പറയാൻ തുടങ്ങി. അങ്ങനെ ഭിന്നതകളുണ്ടായി. ആ ഭിന്നത കണ്ട് അടുത്ത തലമുറ സഭയിൽ വരാതെയായി. റിവൈവൽ അങ്ങനെ അടങ്ങിപ്പോയി. സൗത്ത് കൊറിയയിലെ റിവൈവലിനെ സബ്മിറ്റ് ചെയ്തത് പൊളിറ്റിക്കൽ തോട്ട്സാണ്. സഭയ്ക്കകത്തുള്ള ഇസമല്ല. ഔട്ട്സൈഡ് പൊളിറ്റിക്സ് ഇതിനകത്ത്, സെക്കുലർ പൊളിറ്റിക്സ് ഇതിനകത്തോട്ട് കയറി വന്നു. ആ കയറി വന്നതുകൊണ്ട് ഒരാൾ ഇന്ന പാർട്ടിക്കാരൻ ഇന്ന പാർട്ടി ഒന്നിച്ച് കർത്തൃമേശ കൊടുന്നുകൊണ്ട് വേഗം എറിഞ്ഞുമ്പം പൊളിറ്റിക്സ്. അതൊരിക്കലും ഭാരതത്തിലെ സഭയ്ക്കകത്ത് വരരുതെന്ന് അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കിത് ഞാൻ ഒരു പുതിയ അറിവാണ്. ഞാൻ ഈ കൊറിയൻ സഭയുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ വളർച്ച, അവരുടെ ആ നീക്കങ്ങൾ, ഈ കൊറിയൻ പത്രങ്ങൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ സഭയെക്കുറിച്ചുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിട്ട്. പക്ഷേ സഭയുടെ വളർച്ച നിലച്ചു എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കാരണം ഇതാണെന്ന് എനിക്ക് ഇപ്പോൾ ഒരു പുതിയ അറിവ്. അപ്പം ഭാരതത്തെ സഭയ്ക്കകത്ത് രാഷ്ട്രീയം, സെക്കുലർ രാഷ്ട്രീയം കയറാൻ പാടില്ല. അത് വളരെ ഡേഞ്ചറസാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വൈഫാണ്. തീർച്ചയായിട്ടും ഈ വീടിൻ്റെ കാര്യങ്ങൾ നോക്കണം എല്ലാം. പക്ഷേ പ്രത്യേകിച്ച് കിച്ചൺ. അതെ. അപ്പം മോൻ വന്ന് പറയും എനിക്കിത് വേണ്ട, ബർഗർ മതി. ആയിക്കോ, ഇതെല്ലാം ഇവിടെ. പക്ഷെ സഭയെന്ന് പറയുമ്പം ആ പാസ്റ്റർ അത്ര നല്ലതല്ല, മാറ്റ് എന്ന് പറയാൻ കുടുംബത്തിലെ ആർക്കും റൈറ്റ് ഇല്ല, അവകാശമില്ല. കാര്യം സഭ കർത്താവിൻ്റെതാണ്. ഇപ്പം ഞാൻ ഈ കസേരയിലിരിക്കുമ്പം ഞാൻ അധികാരത്തിൻ്റെ കീഴിലാണ്, ശ്രേഷ്ഠ ഇടയനായ യേശുവിൻ്റെ കീഴിലായിരിക്കുന്നത്. എനിക്ക് ഒരാളോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മാറ്റി നിർത്താനോ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാനോ ഒന്നും അനുവാദമില്ല. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. അപ്പം വീടിൻ്റെ കാര്യത്തിന് പറയാനായിട്ട് കുടുംബത്തിന് മുഴുവൻ അവകാശം, സഭയുടെ കാര്യം പറയാൻ അവകാശമില്ല. അതുപോലെ തന്നെ രാജ്യങ്ങളിൽ ആര് ഭരിക്കണം ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവം. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് ആ ഒരു കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ. ഇടപെടാൻ സ്പേസ് ഉണ്ടെങ്കിൽ പോലും, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇപ്പം ഇന്ന പാർട്ടിക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ ആ മാനസികമായ ആ തത്വശാസ്ത്രത്തിനോട് ആശയമില്ലാത്ത ആൾക്കാർക്ക് അത് മുറിവാണ്. തീർച്ചയായിട്ടും സഭയ്ക്കകത്ത് പറയും. സഭയ്ക്കകത്ത് അപ്പം അത് ആ സഭയ്ക്കകത്തൊരു ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത അത് ഉണ്ടാകും. കർത്താവിൻ്റെ ശരീരം മുറിക്കപ്പെടുക. അത് പറയുമ്പോൾ തന്നെ ഈ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സഭ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അങ്ങനെ നേരിടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണും, പാർട്ടികൾ കാണും, അല്ലെ ചില ലീഡേഴ്സ് കാണും. സ്വാഭാവികമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കേണ്ടി വരത്തില്ല. അല്ല, അങ്ങനെയല്ല. അവർ നമ്മൾ പറയുമ്പോഴും തീരുമാനം എടുപ്പിക്കുന്നത് യേശുവാണ്, ദൈവമാണെന്നുള്ള ഉറപ്പ് നമുക്ക് കാണണം. രാജാക്കന്മാർ, ഞാൻ എപ്പോഴും പറയും, ബൈബിൾ വിശ്വസിക്കണ അല്ലെ ചവിട്ടുകളുടെ കാലം. ബൈബിളിൽ എഴുതിയിരിക്കുന്ന രാജാക്കന്മാരുടെ ഹൃദയം പോലും ദൈവത്തിൻ്റെ നേർത്തോട് കണക്ക്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഒരാൾ അതിൻ്റെ മേൽ ഡിസിഷൻ എടുക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്, അല്ലാതെ എന്നോടുള്ള താല്പര്യമോ പൊളിറ്റിക്കൽ മോട്ടീവ് നല്ലതാ. ഞാൻ പറയട്ടെ, കോട്ടയത്ത് 5 മന്ത്രിമാരുണ്ടായിരുന്ന സമയത്തും ഞങ്ങളുടെ ഹോൾ പൊളിച്ചുകൊണ്ട് പോയി. ശരിയാ. എല്ലാം ശനിയാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാൻ വരികയും പിന്നെ തങ്കു എന്ന് പറഞ്ഞാൽ തേനും പാലും ഒഴുകിക്കൊണ്ടിരുന്നു, അല്ലേ? അതെ. പക്ഷെ അവരെ കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അത് അവരുടെ ആ പൊളിറ്റിക്കൽ ആ സമയത്തെ കാരണം അവരുടെ ഹെൽപ്ലെസ്നെസ്സാണ്. അവർ നിസ്സഹായരായി പോകുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവരോട് വൈരാഗ്യത്തോടെ ഇടപെടുക, അത് വേണ്ട. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തമായൊരു കാര്യമാണ്, നമ്മളെ സ്വർഗീയ സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നത്.
ഇത് ലോകപ്രകാരം നേരത്തെ ഉപയോഗിച്ചൊരു വാക്ക് ജനാധിപത്യം. ഭൂമിയിലെ ജനാധിപത്യം, സഭയിലല്ല. സഭയ രാജ്യമാണ്. രാജാവ് കൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത്. അതിൽ നിന്നാലാണ് ഉയർച്ചയും അനുഗ്രഹവും. അത് മാത്രമല്ല, സമാധാനം. ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് സമാധാനം. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു വിഷയത്തിലേക്ക് പോവുക. അതായത് ദൈവരാജ്യത്തിൽ ജനാധിപത്യം ദൈവരാജ്യത്തിലല്ല, സഭയിൽ ജനാധിപത്യം വേണ്ട. അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അതെ, സഭയിൽ ജനാധിപത്യം വേണ്ട എന്ന് പറയുമ്പം വോയിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കീജെ വിളിക്കാൻ റൈറ്റ് ഇല്ല. ഇരുന്ന് ഒന്നിച്ച് തീരുമാനിച്ച് ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ പറ്റും. ഒരു ഇസം വരാൻ പാടില്ല. ഞാൻ ഇന്നയാളുടെ ഹെവൻലി ഫീസ് തോമസ് കുട്ടി ബ്രദറിൻ്റെ കൂടെ കുറച്ച് പേര്, എൻ്റെ കൂടെ കുറച്ച് പേര്, ബെന്നി, അങ്ങനെ ഇല്ലല്ലോ. അത് വരാൻ കാരണം എന്താ? സ്നേഹം. ജനങ്ങൾക്ക് അവരുടെ ക്ലാരിറ്റിയോടെ കാണാം ഇതിനകത്ത് സ്വാതന്ത്ര്യ താല്പര്യമില്ല അവിടെ. അതുകൊണ്ടാണ് ഈ ഭർത്താവിനെ കീഴ്പ്പെടണം. ക്രിസ്തു സഭയ്ക്ക് കീഴ്പ്പെട്ടതുപോലെ. അപ്പം ഒരു ഭർത്താവ് അടിച്ച് കീഴ്പ്പെടുത്തുന്നതും സ്നേഹത്തിൽ കീഴ്പ്പെടുത്തുന്നത് ഒരു കളിമണ്ണ് പോലെയാണ്. ഒരു ഭാര്യ എന്ന് പറയുന്ന കളിമണ്ണ്. ഭർത്താവിൻ്റെ സ്നേഹം കൊടുക്കും തോറും ഈ എഫീഷ്യർ 5 പറയുന്ന കർത്താവിനൊരു കാഴ്ചപ്പാടുണ്ട് സഭയിൽ. അങ്ങനെ വാട്ടം ചുളുക്കം കരയായിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയത്. വചനം എന്ന സ്നാനം തന്നെ കഴുകി തനിക്ക് താൻ നിർത്തേണ്ടതിന് എന്ന് വെച്ചാൽ യേശുവിനൊരു ഐഡിയ ഉണ്ട് സഭ എന്താണ്. അപ്പോൾ ഞാൻ മോൾഡഡ് ആകാൻ സമർപ്പിക്കുകയും യേശു നിരന്തരം സ്നേഹിക്കുകയും ചെയ്ത് എന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവരിക തൻ്റെ ആഗ്രഹമുള്ള. അപ്പം ഭർത്താവ് ഭാര്യയെ യേശു ഏൽപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് ഭാര്യയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ എല്ലാം വിട്ടുകൊടുക്കുമ്പം ഭാര്യ കീഴ്പ്പെടും. നമ്മൾ എന്തുകൊണ്ടാണ് യേശുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തു വരാം? അല്ലേ, ലജ്ജയില്ല യേശു കർത്താവ്. കാര്യം നമ്മൾ എന്നാ ശിക്ഷ വാങ്ങിക്കുന്നതുകൊണ്ടാണ്? അല്ല, സ്നേഹം. ആ സ്നേഹമാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് സഭയ്ക്കകത്ത്. ഞാൻ പറഞ്ഞ കിങ്ഡം വർക്ക്സ് ഓൺ ലവ്. ഞാൻ പറയുന്ന എല്ലാവരും കേട്ടോണമെന്ന് പറഞ്ഞാൽ പോടാ പോയെന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങി. നമുക്ക് എല്ലാവരോടും കൂടെ ഇരുന്ന് ഇങ്ങനെ ചെയ്താൽ എന്താ? അപ്പോൾ അവിടെ ജനാധിപത്യമല്ല, സ്നേഹമാണ്. ജനാധിപത്യം ഇസങ്ങളായിട്ട് മാറുക. അപ്പം ഈ സഭയിൽ ജനാധിപത്യ സംവിധാനം ഉള്ള ഒരു സഭയിലാണ് ഞാൻ മെമ്പറായിരിക്കുന്നത്. IPC സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കൈൻഡ് ഓഫ് ജനാധിപത്യം, പൂർണ്ണാർത്ഥത്തിൽ എന്ന് പറയാൻ ഒക്കത്തില്ല. എല്ലാ അംഗങ്ങൾക്കും വോട്ടിംഗ് അവകാശമൊന്നുമില്ല. എങ്കിലും ഒരു പരിധിവരെ ജനാധിപത്യ സംവിധാനമുള്ള ഒരു സഭയിലാണ് ഞാൻ അംഗമായിരിക്കുന്നത്. അപ്പം അതൊരു അപകടമാണെന്നാണ് തങ്കു ബ്രദർ പറയുന്നത്. ഇസങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസങ്ങൾ വരാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം ഇന്നലെ ഒരാൾ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായൊരു സംഭവം, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ശക്തമായ മഹത്വം, ഭൂതങ്ങൾ പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വർഷിപ്പ് ലീഡർ ഇവിടെ വന്നു. ഞാൻ എന്നോണ്ട് ശേഷമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു, ഞാനൊരു കാര്യം തങ്കൂബ്രദറിനോട്, എന്നോട് പിണങ്ങൽ. ഞാൻ യേശുവിനെ പോലെയാണ് തങ്കൂബ്രദറിനെ കാണുന്നത്. ഇന്നലെ ആ സൗഖ്യങ്ങൾ നടക്കുമ്പോൾ തോമസ് ബ്രദറിൻ്റെ മോഹം ശ്രദ്ധിച്ചായിരുന്നു. ഞാനൊന്നുമില്ല, ആ മോഹം കരിവാളിച്ചായിരുന്നു. ഓർഗണിൽ തോമസ് ബ്രദറിൻ്റെ ചേട്ടൻ്റെ മകൻ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന തോമസ് ബ്രദറുടെ ഫസ്റ്റ് കസിൻ. ഒന്ന് കണ്ണു വെക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാമെന്നുള്ളതിൽ PhD എടുത്തിരിക്കുന്നു. കുത്തിത്തിരിപ്പല്ല, ഇയക്ക് എന്നെ തൃപ്തി കിട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുക, അപ്പം നമ്മുടെ കൂടെ വണ്ടിയെ കയറിക്കോ, ഞാൻ പോകാം. ഞാൻ നേരെ വണ്ടി എടുത്ത് തോമസ് ബ്രദറിൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഈള വരലാണ്ടോ. ഞാൻ തോമസ് ബ്രദർ ഇന്നലെ മീറ്റിംഗ് നടന്നപ്പോൾ മോഹം കറിവാളിച്ചായിരുന്നു. ഒന്നോർത്ത് തോമസ് ബ്രദർ എന്നെ ഇങ്ങനെ നോക്കുക, എന്നാ പറ്റി? ഞാൻ അല്ല ഇങ്ങനെ അല്ലേ മോനെ, അവനല്ലേ പറഞ്ഞേ, അല്ല എൻ്റെ പെങ്ങളുടെ വീട് വരെ പോകണം, ഞാൻ പോയി. ഞാൻ നിൽക്കുക, നീ പോകാൻ വരട്ടെ. അപ്പം ഇങ്ങനെ ഇസൻ വരാൻ സാധ്യത
കൊണ്ട് ഞാൻ പറയാം, പിശാച് ലോകത്തിലല്ല, സഭയ്ക്കകത്ത് കളിക്കുന്നു. കാര്യം ഏറ്റവും ഡേഞ്ചർ ടു ദ ഡെവിൾ ഇസ് ദ ചർച്ച്. ഒരു ദേശത്തെ വാഴുന്നതാ സഭ. അതിനകത്ത് ഭിന്നത കൊണ്ടുവന്നാലോ ഹി ക്യാൻ റൂയിൻ ദ വേൾഡ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഒരു രാജ്യം തന്നിൽ തന്നെ ചതറിച്ചാൽ നശിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യേശു പറഞ്ഞ എന്താ, അതുപോലെ തന്നെ ഒരു കുടുംബം, ഒരു പട്ടണം, രാജ്യം. സഭ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുടുംബം. ആ കുടുംബം ഒന്നിച്ച് നിന്നാലേ പട്ടണത്തിൽ സമാധാനം കാണും. ഇതൊരു മതമല്ലേ. വി ആർ ഗോഡ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. തീർച്ചയായിട്ടും. പെരുമ്പാവൂർ സാംകുട്ടി ബ്രദർ ഓർക്കുന്നുണ്ടെന്നറിയത്തില്ല, ഒരു റേപ്പ് കേസ് നടന്നു. റേപ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്ത് കഷ്ണം കഷ്ണമായിട്ട് ഓടയിലിട്ടു. അതൊന്നും അന്നത്തെ വലിയ വിവാദം. അന്നത്തെ ഒരു മിനിസ്റ്റർ ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി ചെയ്തു. അപ്പം അത് വാർത്ത വരുമ്പം ഞാൻ പത്രം വായിക്കാം. എനിക്ക് മലയാളം വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ. അപ്പം കറപ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്, പോലീസ് അതോറിറ്റീസ് ആർ ഇൻസോളൻറ്റ് എന്ന് പറഞ്ഞ് അവരുടെ അശ്രദ്ധ അതാന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാം, ഗവൺമെൻറ്റും അല്ല പോലീസും അല്ല, സഭ ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് അലേർട്ടായി. ഞാൻ പെരുമ്പാവൂർ ഞങ്ങളുടെ സഭയെ വിളിച്ചു, പാസ്റ്റർ വിളിച്ചു. എങ്ങനെയുണ്ട് സഭയൊക്കെ? എന്നെ തങ്കുറവരെ ഒന്ന് പറഞ്ഞിട്ട്, ചിലരൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ തിരിഞ്ഞായിരിക്കും. ഓ, ആരാ തിരിഞ്ഞിരിക്കുന്നത്? എന്നെയാണ്. ഞാൻ അവരെ വിളിച്ചു. തങ്കുറവരെ പാസ്റ്റർ കുത്തി സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, മുഴുവൻ ആളും ഇങ്ങ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ അതായത് സഭയുടെ ശ്രദ്ധ തമ്മിൽ അടുപ്പിക്കുമ്പം അപ്പുറത്ത് ഒരാളെ കൊല്ലാൻ പിശാചിന് പറ്റും. അത് മനസ്സിലാക്കിയ സഭ എനിക്ക് ഇഷ്ടമില്ലേലും എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ നിൽക്കും പ്രാർത്ഥന. കാരണം എൻ്റെ ദേശത്തിൽ ആത്മഹത്യ നടക്കരുത്, ഡൈവോഴ്സ് നടക്കരുത്. അപ്പോൾ സഭയെ ദൈവം ആക്കി വെച്ചത് വെളിച്ചമായിട്ടാണ്. ആ വെളിച്ചത്തിനകത്ത് ഇരുട്ട് കയറി അങ്ങനെ ഇരിക്കും. ആ ഉത്തരവാദിത്തം പാസ്റ്ററിനുണ്ടായിരിക്കണം, വിശ്വാസിക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8 നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയും ആകുന്നു. ആ വാക്യം മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. പക്ഷെ തൊട്ട് താഴെ എഴുതിയിരിക്കുക, അവനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ്റെ മഹത്വത്തിൽ പങ്കാളിയാണ്. മനസ്സിലായി. അവൻ കഷ്ടം എന്താ? എനിക്ക് സാംകുട്ടി ബ്രദറിനോട് ചില മാനസിക ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും ക്രിസ്തു നിമിത്തം ഞാൻ ചേർന്ന്. ഞാൻ കഷ്ടം, എനിക്ക് സെക്കുലറിൽ ഒരുത്തൻ എൻ്റെ എതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് മറുപടി പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ നാളെ അയാൾ രക്ഷിക്കപ്പെടേണ്ടതാണല്ലോ. അയാൾ ഉടനെ പറയാം, അന്ന് നിൻ്റെ ഭാഷ കേട്ടതാണ്. അപ്പം ഞങ്ങളുടെ ലീഡേഴ്സിനോട് പറയും, ഓട്ടോറിക്ഷയിൽ വരുക, അതിന് 2 രൂപ കൂടുതൽ തരുത്തു, പറ്റിച്ചാ തർക്കിക്കാൻ പോകണ്ട, കൊടുത്തേരെ. നാളെ ചിലപ്പോൾ ഈളോടായിരിക്കും സുവിശേഷം പറയേണ്ടി, അവൻ നമ്മുടെ സഭയെ വരേണ്ടിയവനായിരിക്കും. അപ്പം സഭ ഒരു ദേശത്തിൻ്റെ സമാധാനം, ദേശത്തിൻ്റെ അനുഗ്രഹം സഭയെന്ന് പറയുന്നത് വ്യക്തിപരമായി ഞാൻ. അപ്പോൾ ഓരോരുത്തരും ആ റെസ്ട്രെയിൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് ആ സഫറിങ്. ആ സഫറിങ്ങിൽ ഷെയർ ചെയ്യുന്നവർ ഗ്ലോറിയിലും ഷെയർ ചെയ്യും. മനസ്സിലായി. അപ്പം ഈ ഒരു വിഷയം എൻ്റെ ഒരു ഐ ഓപ്പണറാണ് എന്ന് പറഞ്ഞാൽ സഭയ്ക്കകത്ത് അടിയുണ്ടാക്കിയ IPC തന്നെ ചില വിഷയങ്ങളുണ്ടായപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു 2 പേരെ, 2-3 പേര് എനിക്ക് പരിചയമുണ്ടായി. ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം ബിസിനസ്സും കുടുംബവും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, എന്തിനാ തലയിടുന്നത്? വീട്ടിൽ കയറി. സഭ യേശുവിൻ്റേതാണ്, നടത്താൻ യേശുവിന് ബെസ്റ്റായിട്ട് അറിയാം. അതിൽ 2 പേരും എന്നോട് പറഞ്ഞ വാക്ക്, തങ്കുറവൻ്റെ വാക്ക് മുഖവിലയായിട്ട് ഞങ്ങൾ നിർത്തുക. ഹൂ ആർ യു ടു ടച്ച് ദ ബോഡി? അപ്പം ജനാധിപത്യം എന്ന് പറയുമ്പം നമ്മളായി ഇതിനെ നടത്തി. യേശു കർത്താവല്ലേ? നമ്മുടെ ചർച്ച ഇപ്പം ഹെവൻലി ഫീസ്റ്റും ഒരു സാമാന്യ വലിപ്പം സഭയാണ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പാസ്റ്റർ എന്നെ വിളിക്കും. ഞാൻ പറയും, നല്ലൊരു ബിരിയാണി തിന്ന്, നല്ലൊരു തണുത്ത കോക്ക് തിന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. യേശുവിനറിയാൻ തന്നെ മണവാട്ടി എങ്ങനെ ശരിയാക്കണം. തീർച്ചയായിട്ടും. ആ ഉറപ്പ്
എനിക്ക് ക്രിസ്തുവിനോടുണ്ട്. ചിലർ ചോദിക്കും ഇത്രയും സഭകളുണ്ട് എങ്ങനെ കൺട്രോൾ ചെയ്യും? മാനേജ് ചെയ്യുന്ന ഞാൻ കൺട്രോൾ ചെയ്യത്തില്ല. എനിക്ക് അവരെല്ലാവരെയും വിശ്വാസം. അവിടെ സാമ്പത്തികമായി എടുത്തെങ്കിൽ അത് മറുപടി പോയിരിക്കുന്ന ദൈവമാണ്, ഞാനല്ല. എന്നാൽ അലേർട്ടല്ലേ? വളരെ അലേർട്ട് എവിടെയാണെന്നും കൂടെ പറയാം. ഞാൻ സഭകളിൽ പറയും, പത്രോസ് പൗലൂസിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഭയങ്കര വെളിപ്പാടാണ്. പത്രോസ് പറയാം, എനിക്ക് ഈ പൗലൂസ് പറയുന്നത് ഒന്നും പിടികിട്ടുന്നില്ല. 2 പത്രോസ് അവസാനിപ്പിക്കും. എന്നിട്ട് പറയാം, നമ്മുടെ സഹോദരനായ പൗലൂസിനോട് പറയാം, സഹോദരനായ പൗലൂസ്, അപ്പോസ്തലൻ എന്നല്ല വിളിക്കുന്നു, സഹോദരനായ പൗലൂസ്, ഇതെല്ലാം ശരിയാ, പാവങ്ങളെ മറക്കല്ല. അതെ. നമ്മുടെ സഭകളിൽ ഒരു സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷനാണ്. ഇവിടെ വന്നാലും സാംകുട്ടി ബ്രദർ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കാറേ വരുന്നവൻ അവിടെ ഇരിക്കും. പാവപ്പെട്ടവർക്ക് ഇവിടെ ആദ്യ സ്ഥാനമാണ്. കാരണം അവർക്ക് ഈ വാക്ക് ആശ്രയമുള്ളൂ, മറ്റവർക്കല്ലാതെ വേറെ ആശ്രയമുണ്ട്. സോ ചർച്ചിൻ്റെ ഒരു സ്ട്രക്ചറും ഡിസിപ്ലിനും വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവവചനം എന്ന അടിസ്ഥാനം പറയുന്നതേ ഉള്ളൂ. ജഡമാണ് നടക്കുന്നത്. അത് വലിയ അപകടമാണ്, വളരെ ഡേഞ്ചറാണ്. ഓക്കെ. എനിക്ക് ആഗ്രഹമുണ്ട്, പൊളിറ്റിക്കൽ കാര്യം പറയണേ എനിക്ക് ബെസ്റ്റായിട്ട് പറയാം, എനിക്ക് വാദിക്കാം, തർക്കിക്കാം, ആർക്കും എന്നെ അപ്പോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയത്തില്ല. എൻ്റെ കാരണം പിന്നെ ദൈവം എന്തിനായിരിക്കുന്നു? മനസ്സിലായി. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, പക്ഷേ അത് ലൈവിൽ പോകത്തില്ല. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് സഭയിലേക്ക് വന്നത്. അപ്പം രാഷ്ട്രീയം തന്നെ ഒന്നും കൂടെ വന്നാലേ, ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയോളജികളിലാണ്. പലതും ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയോളജികളുമായിട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ. നമുക്ക് എങ്ങനെ അവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന, അവരെ പിന്തുണയ്ക്കാൻ പറ്റുന്ന? അല്ല, ഞാൻ അവിടെ പിന്നെയും പറയാം, എനിക്ക് ഇന്ന പാർട്ടിയോടാ തത്വമാണ് ഇഷ്ടം, അപ്പോൾ പോയി അവിടെ വോട്ട് ചെയ്തു. ഞാൻ ജാതി നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴെ വിളിക്കാൻ വല്ലവരും പോയി? ഇല്ല, പോകാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഫേവർ ചെയ്യുന്ന പല പാർട്ടികളുടെ ഇടയ്ക്കല്ലായിരുന്നു 2008 റെയ്ഡ് നടന്നു. തീർച്ചയായിട്ടും അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ. എന്നാലും എനിക്ക് അവരോട് എതിർപ്പുണ്ടോ? ഇല്ലല്ലോ. അപ്പം സഭയെന്ന് പറയുന്ന ഒരു പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു വേറെ എൻറ്റിറ്റിയാണ്. അപ്പം ഞാൻ സാംകുട്ടി ബ്രദറിനെ ഒരു IPC ചർച്ചിലെ ആളായിട്ടല്ല കാണുന്നത്. സാംകുട്ടി ബ്രദറിന് ഒരു ആവശ്യം വന്നോ, നെഞ്ചു മുരിച്ച് ഞാനങ്ങ് നിൽക്കും. തിരുത്തണേ, ഞങ്ങൾ തമ്മിൽ ഇരുന്ന് തിരുത്തും, ഫേസ്ബുക്കിലല്ല തിരുത്തുന്നത്. മനസ്സിലാവും. അത് സാംകുട്ടി ബ്രദറിന് അനുഭവമാണ് അല്ലേ എന്ന് പറയുന്നതുകൊണ്ട് ഒരു യുവാവ് പുതിയൊരു സഭ വളരുക, എനിക്ക് അസൂയ കാണത്തില്ല. അഡ്വൈസ് കൊടുക്കും, സപ്പോർട്ട് ചെയ്യും. അപ്പം ചർച്ച് ഒരിക്കലും ഒരു ലോവർ ഫോം ഓഫ് വേൾഡ്ലി സിസ്റ്റത്തിനകത്ത്, ഐഡിയോളജിക്കകത്ത് പോകരുത്. അവർ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അതുകൊണ്ട് ഈ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. കാര്യം അധികാരത്തിൽ കൊണ്ടുവരുന്നത് ദൈവം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പം ഞാൻ പോകുന്നിടത്തും ചർച്ചിലും നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉടനെ ഞാൻ BJP ആയി? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മളതിന് കടപ്പാടുണ്ട്. നമ്മൾ ആർക്ക് ഹയർ അതോറിറ്റി? അപ്പം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളാണ് ഹയർ ലെവൽ. സഭ ഏത് നിലവാരത്തിൽ നിൽക്കണം? സഭ എപ്പോഴും ഇതിൻ്റെ മുകളിൽ നിൽക്കണം. ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു മിനിസ്റ്റർ പറഞ്ഞ, ഞങ്ങൾ തമ്മിലൊരു പറച്ചിലുണ്ട്, തങ്ങൂർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാറേ ഇരുന്നാൽ നല്ലത്. കാരണം തങ്ങൂർ പ്രസംഗം നിർത്തത്തില്ല, നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല, നമുക്ക് പോയി താഴെ കസേര ഇരിക്കാമെന്ന്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവം എന്നെ സൃഷ്ടിച്ചവൻ്റെ നിത്യജീവൻ്റെ ഉറവിടമായിരിക്കുന്ന കാര്യം പ്രസംഗിക്കുമ്പം ആര് വന്നാലും ഈസ് നോട്ട് VIP. എൻ്റെ VIP യേശു. അത് കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക്. അല്ല, അതൊന്നും കൂടെ ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മളുടെ പല വേദികളും ഈ രാഷ്ട്രീയക്കാരിങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് കാണത്തില്ലെങ്കിൽ പോലും നമ്മുടെ മീറ്റിങ്ങുകളിൽ പലപ്പോഴും ദേവദാസന്മാർ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ ഇവർ കയറി വന്നാൽ അവർക്ക് അന്നേരം സമയം കിട്ടണം. അല്ല, അപ്പം അത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ശീലമായി. അതേസമയം ഹെവൻലി ഫീസിൽ അങ്ങനെയില്ല.
അവർക്കറിയാം. ഒന്നും വേണ്ട, രാവിലെ ഇവിടെ വന്ന് എന്നെ കാണാൻ വരുന്നവർ. ഞാൻ പറയുന്നത് അധികാരത്തിൽ ഇരിക്കുമ്പോൾ കാണാൻ വരുന്നവർ. അനിയായിരിക്കും മിക്കവരും ടൂറിൽ വരുന്നത്. അനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ ഞങ്ങൾ പോയിച്ച് വരാം. കാരണം ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന, എന്നെ സൃഷ്ടിച്ച് എൻ്റെ മൂക്കിലെ ശ്വാസം നിയന്ത്രിക്കുന്ന ആളുടെ കൂടെ നിൽക്കണോ, അതോ താൽക്കാലികമായി 5 വർഷം കൂടുമ്പോൾ മാറുന്ന ഈ മനുഷ്യൻ, ഇന്ന് കാണുന്നത് നാളെ കാണാത്ത പുല്ല് പോലെ, വയലിലെ പുല്ല് പോലെ ഇരിക്കുന്ന മനുഷ്യനെ ഭയപ്പെടണം? ഞാൻ അവരെ ബഹുമാനിക്കും. എൻ്റെ ഹെവൻലി ഫീസ്റ്റിൻ്റെ വേദിയിൽ പല രാഷ്ട്രീയക്കാരെയും ബഹുമാനിക്കും. ഞാൻ താഴെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി അവരെ സ്വീകരിച്ച് കസേരയിലിരുന്നു ചെയ്യും. പക്ഷേ വചന ശുശ്രൂഷയ്ക്കാണ് ഇറ്റ് ഈസ് എ ഹയർ റെൽ. അപ്പോൾ എന്നോടൊരു മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു വർത്തമാനമുണ്ട്, തങ്കുറവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കാറിൽ തന്നെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറങ്ങിച്ച് വരണം. അപ്പം ആ ചിട്ട ചർച്ചിനകത്തുണ്ടാകണം. പാസ്റ്റർ എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ റോമർ 9:10 പറയുന്നത്, കുഞ്ഞ് ജനിക്കുന്ന മുമ്പേ, നന്മ തിന്മ ചെയ്യുന്നതിന് മുമ്പേ വിളിയാലുള്ള തെരഞ്ഞെടുപ്പിനാൽ ഇളയവൻ മൂത്തവനെ നിർണയിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. അപ്പോൾ വിട്ടേ ആളിനോട് സ്നേഹവും ബഹുമാനം ഇല്ലാതെ, ഇന്ന് കാണുന്ന ആളും നാളെ കാണാത്തതും തിരുത്തി പറയുന്നവരുടെ അവരെന്തിനാണ് ബഹുമാനം? നമ്മൾ അവരെ ബഹുമാനിക്കും. അതോറിറ്റി, അവരുടെ കസേര ബഹുമാനിക്കും, വ്യക്തിപരമായി അവരെ ബഹുമാനിക്കും. പക്ഷെ ഒരിക്കലും സഭ തല താഴ്ത്തരുത്. ഓക്കെ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടം, പ്രത്യേകിച്ച് ഇപ്പം ഈ FCRA ബില്ലൊക്കെ പാസ്സായിരിക്കുന്നു. നിങ്ങളെ ബാധിക്കത്തില്ലേ ഇത്? ഞങ്ങൾക്ക് FCRA ഇല്ല, അപ്ലൈ പോലും ചെയ്തു. ഓക്കെ, കഴിഞ്ഞ ഞാൻ ഈ സുവിശേഷമല്ല ട്രാക്ട് കൊടുത്തും റോഡിൽ നിന്നും, അത് പാഷനാണ്. ഞാൻ പലപ്പോഴും അമേരിക്കയിൽ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവരൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ? അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രോജക്റ്റും ഇല്ല. സുവിശേഷം പറയാനായിട്ട് പൈസയുടെ ആവശ്യമില്ല. ഭാരതത്തിൻ്റെ തന്നെ പ്ലസ് എന്നെ ഇപ്പം പലരും വിളിക്കും, ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്ററുണ്ട്, ഭയങ്കര താല്പര്യമാണ്, നിങ്ങൾക്ക് കുറേ പൈസ തരണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങേർക്ക് നിങ്ങളുടെ വേദിയിൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. ഞാൻ പറയും കൊടുക്കത്തില്ല. അവർക്ക് അത്ര സുവിശേഷ വേലയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ പൈസ തരണം, പക്ഷെ ഞങ്ങൾക്ക് FCRA ഇല്ല. ഞാൻ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ വേൾഡ് കോൺഫറൻസിൻ്റെ മെയിൻ സ്പീക്കറാണ്, ജെറൂസലേമിലാണ് നടക്കുന്നത്. എൻ്റെ ഒരു എൽഡർ കൂടെയാണ്, ടോം ഹെസ് എന്ന് പറയുന്ന ആളാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം ഒരു വിവാദത്തിന് സ്പർക്ക് ചെയ്തേക്കാം, പക്ഷെ എന്നാലും എനിക്ക് പ്രശ്നമില്ല. നേഷൻ ഓഫ് ഇന്ത്യയുടെ ഫ്ലാഗ് വരിക, ഫ്ലാഗ് ഓഫ് നേഷൻസ് ആണ്. ഞാൻ എഴുന്നേറ്റു. ഞാൻ എൻ്റെ ഭാരതം എന്ന രാജ്യത്തിൻ്റെ ഫ്ലാഗ് കാണുമ്പോൾ മാത്രമല്ല, ഞങ്ങളുടെ ഏത് പ്രോഗ്രാമും സാങ്കുട്ടി ബ്രദർ ശ്രദ്ധിച്ച് കാണും, നാഷണൽ ആന്തം പാടിയാണ് അവസാനിപ്പിക്കാറ്. പേട്രിയോട്ടിസം പറഞ്ഞ ശേഷമേ ഉള്ളൂ. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ദൈവം കാലങ്ങളും അതിർത്തികളും നിവാസ സ്ഥലം ഒരുക്കി. അപ്പോൾ എന്നെ ഭാരതത്തിൽ ജനിപ്പിച്ചിരിക്കുന്നത് ഭാരതത്തെ സ്നേഹിക്കാൻ. എൻ്റെ അനുഗ്രഹം ഭാരതത്തിൻ്റെ അനുഗ്രഹമാണ്, ഭാരതത്തിൻ്റെ അനുഗ്രഹം എൻ്റെ അനുഗ്രഹം. അപ്പോൾ എൻ്റെ ഫ്ലാഗ് ഞാൻ കാണുമ്പം എനിക്കൊരു വികാരമാണ്. ഞാനത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ഞാൻ പറയും, ദേശീയ ഗാനം പാടാത്ത ഒരു ആൾ ഇന്ത്യയിൽ എന്തിനാണ് നിൽക്കുന്നത്? അഭിമാനം കൊള്ളണം ഭാരതത്തിൽ. തീർച്ചയായിട്ടും. സോ ഈ ഫ്ലാഗ് ഓഫ് നേഷൻസ് വന്നു, ഇന്ത്യയുടെ ഫ്ലാഗ് വന്നു, ഞാൻ എഴുന്നേറ്റു. അടുത്ത ഫ്ലാഗ് ഓഫ് ദ നേഷൻ ഓഫ് നാഗാലാൻഡ്, ഞാൻ ടോം ഹെസിൻ്റെ അടുത്തായിരിക്കും. ഞാൻ ടോം ഹെസ്, ദിസ് ഫ്ലാഗ് വിൽ നോട്ട് ക്രോസ് മീ, ഇന്ത്യ കനോട്ട് ബി സെപ്പറേറ്റഡ്. അപ്പോൾ അദ്ദേഹം എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, അത് നേഷൻ. ഞാൻ നേഷനല്ല, ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. അപ്പോഴത്തേക്ക് അവർ അടുത്തു. ഞാൻ സ്റ്റേജിൽ നിന്ന് ചാടി താഴെ ഇറങ്ങി. ഞാൻ തടഞ്ഞു, നടക്കത്തില്ല. അവരുടെ ഫ്ലാഗ് ഞാൻ പിടിച്ചു. ഒരു ചെറിയ കമോഷനുണ്ടായി. അതിന് ശേഷം അവരെന്നോട് വന്ന് കണ്ടിട്ട് പറഞ്ഞു, ദർ വിൽ ബി എ ബുള്ളറ്റ് ഇൻ യുവർ ഹെഡ്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മരിച്ചവനെ കൊല്ലാൻ പറ്റത്തില്ല. ഐ എം ഓൾറെഡി ഡെഡ് ഇൻ ക്രൈസ്റ്റ്. ബട്ട്
മൈ നേഷൻ കംസ് ഫസ്റ്റ്. ഈ പരിപാടി കാര്യം നാച്ചുറൽ വേൾഡിൽ സാമ്പത്തിക ബ്രദർ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ദൃശ്യമായ ലോകത്തിൽ നടക്കുന്നത് അദൃശ്യമായ ലോകത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടെ ഒരു ഡിവിഷൻ പറഞ്ഞാൽ അവിടെ പിശാചിന് ഇടം കൊടുക്കുക. സോ ഈ ഫോറിൻ ഫണ്ട്സ് വരുന്നതിനകത്ത് എല്ലാമൊന്നുമല്ല, ചിലർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്. അവർ പറയുന്ന കാര്യം നടക്കും. ഭാരതത്തെ ഒന്നിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് ഞങ്ങൾ പ്രസംഗിക്കാൻ തരണം, കുറച്ചുകൂടെ പൈസ തരാം, ഇന്ന പ്രോജക്റ്റ്. ഞാനൊരു പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പം ബാംഗ്ലൂരിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. പറഞ്ഞു പിടിച്ചു വന്നപ്പം പറഞ്ഞു വന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ കാരണം പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ അവരുടെ ക്ലോസ് മുഴുവൻ പിന്നെ പറയുന്നത് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് അഗെയിൻസ്റ്റ് നിൽക്കണം, അത് പാവങ്ങളെ ബാധിക്കും. ഞാൻ കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എതിരെയാണ്, ബാധിക്കുന്നതാണ്, അതിന് നിൽക്കാൻ പറ്റത്തില്ല. അത് അവിടെയും ചെറിയ കമോഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നൊരു കാര്യം, ഞാൻ താമസിക്കുന്ന ഭാരതത്തെ എനിക്ക് സ്നേഹിക്കാൻ മേലെങ്കിൽ കാണാത്ത രാജ്യത്തെ എങ്ങനെ സ്നേഹിക്കും? ഞാൻ വളരെ ഊന്നൽ കൊടുക്കുന്ന പെട്രിയോട്ടിസം. ഒരു ഇന്ത്യയുടെ ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 31st മീറ്റിങ്ങിലാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട കൺവെൻഷനുകളിലൊക്കെ ആണെങ്കിലും ഈ അവസാനമായിട്ട് ഈ ദേശീയഗാനം ആദ്യം ബൈബിളിൽ അങ്ങനെ പറയുന്നത്, എന്ത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണമെന്ന 1 തിമോത്തി 2:1 സകലത്തിലും ബൈബിളിൽ ഇരിക്കുന്നു. സകലത്തിനും മുമ്പേ. ഓക്കെ. വീട് പ്രാർത്ഥന പോലും, വീടുകളിൽ പ്രാർത്ഥിക്കുന്ന പോലും, മലയാളം എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു എനിക്ക് അനുഗ്രഹമുണ്ട്. റെഫറൻസ് പറഞ്ഞ് 1 തിമോത്തി 2:1 2:1 പറയാൻ, എന്ത് ചെയ്യുന്നതിന് മുമ്പേ വീട്ടു പ്രാർത്ഥനയിൽ പോലും. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇത് എത്രയോ പ്രാവശ്യം ഞാൻ ഈ ദമദയോസിന്റെ ലേഖനം എനിക്ക് തോന്നുന്നു ഒരു 100 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. സകലത്തിനു മുമ്പേ എന്ന് പറഞ്ഞാൽ അത് താഴെ പറഞ്ഞിരിക്കുക, നമ്മുടെ രക്ഷിതാവിന് ഇത് പ്രസാദകരമാണ്. താഴോട്ട് വായിച്ചു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അപ്പം ദൈവത്തിന്റെ കൽപ്പനയെക്കാളും വലുതാണ് ദൈവത്തിന് പ്രസാദം. എന്ത് ചെയ്യുന്ന മുമ്പേ ഭാരതത്തിന് വേണ്ടിയും ഇവിടുത്തെ അധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സകലത്തിന് മുമ്പേ. അവസാനമല്ല ജനഗണമന, അവസാനമല്ല അധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നേഷൻ ഫസ്റ്റ്. ഇത് കർത്താവിന് പ്രസാദകരമാണ്. കാര്യം എന്താ? 800 കോടിയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സാവകാശതയിൽ പ്രാർത്ഥിക്കുന്നത്. യേശു പറഞ്ഞെന്താ, നിങ്ങൾ ക്രിസ്ത്യാനിയാക്കണമെന്നാണ്? ഇല്ല. ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് നിങ്ങൾ ശിഷ്യൻ എന്ന് പറയുന്ന മതമല്ല, എൻ്റെ ടീച്ചിങ്സ് എന്നെപ്പോലെ ആക്കാൻ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക. യാക്കോബ് എഴുതുമ്പോൾ അത് റോയൽ ലോ എന്നാണ്. 2:8 യാക്കോബ് 2:8 പറയുന്നത് അത് രാജകീയ നിയമമാണ്. യാക്കോബ് 2:8. അപ്പോൾ റോയൽ ലോ എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത്. യാക്കോബ് 2:8. അതെ. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിനും ഒത്തവണ്ണം രാജകീയ പ്രമാണം അപ്പം നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. രാജകീയ പ്രമാണമാണ്, രാജാവ് പറഞ്ഞ പ്രമാണമാണ്. ഓക്കെ. അപ്പം ഞാൻ ഇതിനകത്ത് മുഴുവൻ കൽപ്പനയും വന്നു. എനിക്ക് സാംകുട്ടി ബ്രദറിനോട് സ്നേഹമാണെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല ഒരു ദ്രോഹം. അവിടെ മതമല്ല പറഞ്ഞത്. മനസ്സിലായി.
മത്തായി സുവിശേഷം 7:12 പറയുക, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അപ്പോൾ ഞാൻ ഇവിടെ വലിയ ലൗഡ് സ്പീക്കർ വെച്ച് അയലോകംകാരെ മുഴുവൻ പൊട്ടിച്ച് തകർത്ത് അവർ തിരിച്ചു വെച്ചാൽ എനിക്ക് ദേഷ്യമാണല്ലോ. അത് നമ്മുടെ ഒരു പൊതു രീതി. യേശു പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങണം. അതുപോലെയാണ് ഭാരതം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും മുമ്പേ നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അധികാരസ്ഥാനത്തിരിക്കുന്ന ആരുമായിക്കോട്ടെ. എനിക്ക് മാനസികമായി ചിലപ്പം താല്പര്യം കാണത്തില്ല. ഇപ്പം വടക്കേ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. വടക്കിന്ത്യയിൽ നടക്കുന്ന പല സഭകളുടെ ഉപദ്രവങ്ങൾ ഞാൻ ജനറലൈസ് ചെയ്യല്ല, എനിക്ക് നേരിട്ടറിയാമെന്ന് വെച്ചാൽ അത് അവിടെ ഇസങ്ങൾ വന്നു. ഞാൻ ഛത്തീസ്ഗഡിൽ പോകുമ്പോൾ ഒറീസയിലെ പാസ്റ്റർമാർക്ക് കേരള പാസ്റ്റർമാരെ ഇഷ്ടമില്ല, ഹിന്ദി പാസ്റ്റർമാരെ ഇഷ്ടമില്ല. അപ്പം ഹിന്ദി പാസ്റ്റർമാർ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നാൽ ഇവർ രണ്ടുപേരും കൊണ്ട് കേസ് കൊടുക്കും. മലയാളി കേരളത്തിലെ ഒരു പാസ്റ്റർ ചെന്നാൽ ബാക്കി രണ്ടുപേരോട് ചേർന്ന് ഇത് കുഴപ്പം. പൗലോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുമ്പോഴേ പൗലോസിനെ ഉപദ്രവിച്ച ഒത്തിരി പേർക്ക് കള്ള സഹോദരന്മാരാലുള്ള ആപത്തെന്ന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. മാത്രമല്ല യോഹന്നാൻ പറയാ, യോഹന്നാൻ നേടിയവരാ, ഞാൻ സഭയെ ചെല്ലുന്നതിന് അവർ വിലക്കിന്ന്. അപ്പോൾ അകത്ത് ഞാൻ വീണ്ടും പറയാം, ഇസങ്ങൾ വരരുത്. അപ്പം ഞാൻ ചെല്ലുമ്പം ഈ 3 കൂട്ടരും എൻ്റെ കൂടെ ഇരിക്കും. കാര്യം ഞാൻ കേരളയല്ല, ഞാൻ അവരുടെ ഭാഷ സംസാരിക്കുക, ഹിന്ദിക്കാരൻ. ഓക്കെ, അവിടെ ജനിച്ചു വളർന്നുകൊണ്ട്. അപ്പോൾ ഞാൻ ഹിന്ദിയിൽ തന്നെ പറഞ്ഞ് അവരോട് സംസാരിച്ച് എന്ന് പറഞ്ഞ് അവർ യെസ് എന്നൊക്കെ പറയും. പോരുന്ന മുമ്പ് പിന്നെയും ചെയ്യും. പോൾ ദിനകരൻ്റെ മീറ്റിംഗ് ജഗദൽപൂരി ക്യാൻസൽ ചെയ്തു. വലിയ വിഷയമായത് എല്ലാം കേസ് കൊടുത്തു, മതപരിവർത്തനം കേസ്. ചെയ്തതാരാ? വിശ്വാസികൾ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നാഗ്പൂരിൽ നടന്നൊരു വിഷയം, 16 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു. ആരാ കേസ് കൊടുത്തത്? അവിടെ നമ്മുടെ മലയാളിയായ ഒരു ദേവദാസനായിരുന്നു മുഖ്യ പ്രസംഗം. അദ്ദേഹം ഊരിപ്പോന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇതിനെല്ലാം കണ്ണ് കാണുമ്പോൾ കണ്ടു സുവിശേഷ വിരോധം. ആരാ സുവിശേഷ വിരോധം ചെയ്ത്? 1. 2, യേശു ഏതെങ്കിലും മതത്തിന് വിരോധമായി സംസാരിച്ചു? ഇല്ല. വിഗ്രഹത്തിനെതിരെ സംസാരിച്ചു? ഇല്ല. പൗലോസ് സംസാരിച്ചു? ഇല്ല. പൗലോസ് അവരുടെ വിഗ്രഹം കണ്ടിട്ട് പ്രശംസിച്ചു, അതിനെ വെച്ച് തൻ്റെ ആശയങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് മാത്രമല്ല, വിശക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി കഴിച്ചോളാനാണ്, അല്ലേ? അപ്പം നമ്മളുടെ വേർപാടിൻ്റെ അർത്ഥം ട്വിസ്റ്റ് ചെയ്യും. മനുഷ്യരോടും ഇതിനോടൊക്കെ വേർപെട്ട് നിൽക്കണം. പാപത്തോടെ വേർപെടുന്നു. വക്രതയും കോട്ടയുമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളാകണം. ഇപ്പം ജ്യോതിസുകളെല്ലാം കെട്ടിടത്തിനകത്തും ഇരുട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ രാഷ്ട്രീയം പോരുത്, ഭയങ്കര ഇരുട്ടാണ്. മൂവി ഭയങ്കര ഇരുട്ടാണ്. അതിന് നടുക്ക് വെളിച്ചം പോയി ആയിട്ട് നിന്നേ. അല്ല, അത് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം, ഞാൻ ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നൊരു ആശയമുള്ളവരുണ്ട്, അതിനെതിര് പറയുന്നവരുണ്ട്. തങ്കു ബ്രദറിൻ്റെ ആശയം, എൻ്റെ ആശയം ഞാൻ വീണ്ടും പറയാം. ഗോഡ്സ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, എക്ലീസിയ. ഞാൻ എൻ്റെ സഭ പണിയെന്ന് പറയുന്നത് സഭയാണ്, ചർച്ച്. അതിൻ്റെ ഗ്രീക്ക് പദം എക്ലീസിയ ആണ്. അപ്പോൾ എക്ലീസിയ എന്ന് പറയുന്നത് എല്ലായിടത്തെയും വെളിച്ചമാണ്. ഗോഡ്സ് അസംബ്ലി അധികാരമാണ്. വിശ്വാസികൾ രാഷ്ട്രീയത്തിൽ വേണം, മ്യൂസിക്കിൽ വേണം, സിനിമയിൽ വേണം, ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചം കാട്ടാൻ വേണം. സഭ വേണം. സഭ എന്ത് ചെയ്തു? വെളിച്ചങ്ങളെല്ലാം വേർപാട് ഇങ്ങോട്ട് പോരെ അകത്ത്. തങ്കുബ്രദറെ, അത് അങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമല്ലേ? അതായത് ഇപ്പോൾ സിനിമയിൽ വേണം എന്ന് നമ്മൾ പറയുന്നു. സിനിമയിൽ വേണമെന്ന് പറയുമ്പോൾ സിനിമ പോലൊരു മേഖലയിൽ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെ ഒരു വിശ്വാസിക്ക് നിൽക്കാൻ പറ്റും? എങ്ങനെ പറ്റും? ജോണി ലിവർ എങ്ങനെയാണ് നിൽക്കുന്നത്? ഹീസ് എ പാസ്റ്റർ. അതിനോ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഷാരൂഖ് ഖാനിന് സമാധാനം ഇല്ലാത്തപ്പോൾ ഷാരൂഖ് ഖാൻ അങ്ങേരെയാണ് വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ. എങ്ങനെ നിൽക്കും? നിൽക്കാമെന്ന് തെളിച്ചു. അങ്ങനെ തന്നെ ഹോളിവുഡിൽ കൂട്ടായ്മയുണ്ട് വിശ്വാസികളുടെ, അല്ലേ? അപ്പം നിൽക്കാൻ പറ്റാഴികയല്ല. നമ്മൾ അങ്ങനെ പോയ ഒരാളെ ഒന്നും വേണ്ട. ഏഷ്യാനെറ്റ് സിംഗറിനകത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ IPCയിലെ
ഒരു നല്ല ഗായകൻ. പയ്യനായിരുന്നു. പിന്നെ അയാളെ അങ്ങ് മാറ്റുക, അത് ചെയ്യരുത്. അയാൾ പ്രൊമോട്ട് ചെയ്തേ. അയാൾ പാടുന്ന കൂട്ടത്തിൽ യേശുവെ നന്ദി ഒരു വാക്ക് പറഞ്ഞാൽ എത്ര പേരാ കേൾക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും. അതല്ലേ ഫിലിപ്പിയൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വക്രതയും കോട്ടയമുള്ള തലമുറയുടെ ഇടയിൽ നിങ്ങൾ വെളിച്ചമാകും. നടക്കത്തില്ലെന്ന് പറയരുത്. നമ്മുടെ വാമൊഴിയായത് നടക്കത്തില്ല. ഞാൻ ചോദിക്കാം, ബ്യൂട്ടി പേജൻറ്റ് കോൺടെസ്റ്റ് നമ്മുടെ പെണ്ണുങ്ങൾ പോകാൻ പാടില്ല. ഈ പ്രാവശ്യത്തെ വിന്നർ ഞങ്ങളുടെ ചർച്ചിലെ എവിടെ? ഫസ്റ്റ് എവിടെ? ഇന്ത്യയുടെ. ഇപ്പം ഈ പ്രാവശ്യം ഈ ഡിസംബർ 31 സ്റ്റേജ് വന്നു. ആ ബ്യൂട്ടി പാജൻ്റ് അവാർഡുമായിട്ട് തന്നെ വന്നു, ആ ഡ്രസ്സിൽ തന്നെ വന്നു. അത് ശരി. അപ്പോൾ പക്ഷേ അവൾ ഇത് കിട്ടിയ ഉടനെ പറഞ്ഞ എന്താ, ഫസ്റ്റ് വാക്ക്, ഐ ഗിവ് താങ്ക്സ് ടു ജീസസ് ക്രൈസ്റ്റ്. റിയലി? അപ്പം ഞാൻ പറയുന്നത് ഇത് ഇവിടുന്ന് ഞാൻ എൻകറേജ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടത്തിലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യല്ലേ. ബൈബിളുമായിട്ടാണ് അവൾ നടക്കുന്നത്. അവൾ ബൈബിൾ ഇല്ലാതെയല്ല. സ്റ്റേജിൽ വരുമ്പോഴും പോകുമ്പോഴും ഇവരുടെ റിഹേഴ്സൽ നടക്കുമ്പോൾ അവളുടെ കയ്യിൽ ബൈബിളുണ്ട്. നമ്മുടെ ഒത്തിരി മേഖലയുണ്ട് ഞാൻ പറയാം. അവിടെ എല്ലാം ഫസ്റ്റ് ഒന്നും വേണ്ട. മിമിക്രി ആർട്ടിസ്റ്റ് അനൂപ് നമ്മുടെ ചർച്ച് മെമ്പറാണ്. എല്ലാം ഈ കോമഡി സീരിയലിനകത്തെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആക്സസ് ഉണ്ട് ഫിലിം സ്റ്റാർസിനോട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയുമ്പം പലപ്പോഴും ഈ ഗ്രീൻ റൂമിലിരിക്കുമ്പം അവർ കരയും യേശുവിൻ്റെ കാര്യം പറയുമ്പോൾ. നമ്മൾ ഇതിനെയെല്ലാം മുദ്രയിട്ടിരിക്കുക. ഇതെല്ലാം ഇരുട്ടാണ്. ഇരുട്ടിലല്ലേ വെളിച്ചം വേണ്ടി. അത് വെളിച്ചങ്ങളെല്ലാം ഒരു മുറിക്കകത്ത് പൂട്ടിയിടുന്നു. പക്ഷെ ഇതിൻ്റെ ഡേഞ്ചർ എന്താണ്? ചിലപ്പം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ അതിന് സ്ഥിരം കൂട്ടായ്മ കൊടുത്തുകൊണ്ടിരുന്നാലും അവരവിടെ പോയി സാക്ഷ്യം പറയും. നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ CEO നമ്മുടെ ഒരു മോളാണ്. ബാക്കി മുഴുവൻ അവിശ്വാസികളാണ്. പക്ഷേ ഷീസ് ബീങ് ഹൈ റാങ്ക്ഡ്. അപ്പം അവൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ഫസ്റ്റ് ഈസ് പ്രെയർ ബിക്കോസ് ദിസ് ഈസ് നോട്ട് മൈ വിസ്ഡം. വന്ന് അവർ യേശുവിൻ്റെ സുവിശേഷം കേൾക്കണമെന്ന് പറയുക. സുവിശേഷം എന്ന് പറയുന്നത് ചർച്ചിൽ വരുമ്പോൾ പരസ്യയോഗം മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ സുവിശേഷം. നമ്മൾ പത്രങ്ങള എന്നല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഓരോ ഏരിയയിലും നമ്മളങ്ങനെ നോക്കുവാണ്. എന്ന് പറയുന്നത് നമ്മൾ ഡ്രഗ്സ് കച്ചവടത്തിന് പോകണ്ട, ഒഴിവാക്കേണ്ടതുണ്ട്, മേഖലകളുണ്ട്. പക്ഷേ അടച്ചു പൂട്ടി ബാക്കിയെല്ലാം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്നാ കുഴപ്പം? നീതിയായ ഒരു ഭരണം ഒരു വിശ്വാസി കാണിച്ചു കൊടുത്താലോ. അഴിമതി ഇല്ലാത്ത ഞാൻ കർത്താവിനെ നിൽക്കുന്നതുകൊണ്ട് അഴിമതി നടക്കത്തില്ല, ജനസേവനം എങ്ങനെയാണെന്ന് തെളിയിച്ച് കാണിച്ചാലോ വലിയ സാക്ഷ്യമായിരിക്കും. അന്യഭാഷയിൽ ഞാൻ ആരാധിക്കുക അസംബ്ലിക്കകത്ത്, പാർലമെൻറ്റിനകത്ത്. ഇത് അവിടെ പോയി അവരുടെ കൂടെ കലങ്ങുന്ന എന്തിനാണ്? ഐഡൻറ്റിറ്റി വെച്ച് മാക്കി വിശ്വാസികൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ആരും വരുന്നാലും ആ ഐഡൻറ്റിറ്റി ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റും അതാണ്. ഞാൻ ആരുടെയും പുറകെ പോകാറില്ല, ആരുടെയും പുറകെ ഒരു റെക്കമെൻഡേഷൻ പോലും പറയത്തില്ല. ആരുമായിട്ട് പരിചയമുണ്ടോ? ഇന്ന് കേരളത്തിലെ ഈ മന്ത്രിസഭയായിക്കോട്ടെ, അടുത്തിപ്പോൾ കഴിഞ്ഞ ഒരാളോട് പോലും സാറെ സഹായിക്കണം എന്ന് പറഞ്ഞ് ചെല്ലത്തില്ല. ഓക്കെ, നമ്മൾ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു. അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡും അല്ല പറഞ്ഞു. ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ. മുഖ്യമന്ത്രിയായിട്ട് അടുപ്പം ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിയെ ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ, ഒരു ക്രൈസ്തവ കമ്മ്യൂണിറ്റിയായിട്ട് അംഗീകരിപ്പിക്കാനായിട്ട് എഫേർട്ട് എടുത്ത് അതിന് ലീഡർഷിപ്പ് കൊടുത്ത് അതിനെ അങ്ങനെ ഒരു ടീമിനെ അവിടെ എത്തിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ് തങ്കു ബ്രദർ. എന്തോ അത് സംഭവിച്ചത്? ഞാൻ ഡിസംബർ 31 മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ കോട്ടയത്തെ MLA. അപ്പം ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. വാസവൻജി അഭിസംബോധന ചെയ്യാം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് അടക്കത്തിനും സ്കൂളിനും എയ്ഡഡ് സ്കൂളിനും ഒന്നും പെർമിഷൻ കിട്ടാത്തത് നിങ്ങൾ മതമല്ലാത്തത് കൊണ്ട്. അതൊരു പുതിയ അറിവായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, അപ്പോൾ അതിന് എന്നാ ചെയ്യേണ്ടത്? അത് സർക്കാർ ഒരു സ്റ്റാൻഡ് എടുത്ത് പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയെ മതമായി ഡിക്ലെയർ ചെയ്യണം. ഞാനത് മനസ്സിൽ വെച്ചു. യോഗം കഴിഞ്ഞ് വാസൻജിയോട് ഞാൻ പറഞ്ഞു, വാസൻജി
വീട് വഴി ഒന്ന് വരണം, എനിക്ക് സംസാരിക്കാനുണ്ട്. വാസവൻജി ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, വാസവൻജി, ഈ ഭരണം തീരുന്ന മുമ്പേ ഞാൻ ഇതുവരെ ഒരു പെൻറ്റക്കോസ്റ്റ് കമ്മ്യൂണിറ്റി ട്രസ്റ്റും സൊസൈറ്റിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് തന്നെ മറ്റ് സഭകളിൽ കിട്ടുന്ന അവകാശങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല. അത് ചെയ്തു. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. അതിനൊരു വെൽഫെയർ ബോർഡ് ഉണ്ടാകണം, പാസ്റ്ററൽ വെൽഫെയർ നടക്കണം. അപ്പോൾ ഒരു ഗുണം പല വോയിസ് പോകത്തില്ല. ഇപ്പോൾ IPCയുടെ കാര്യം പറയാനായിട്ട് ചെല്ലും, അസംബ്ലീസ് ഓഫ് ഗോഡ്. അപ്പം മുകളിൽ അധികാരത്തിലിരിക്കുന്നത് പറയുന്നത് നിങ്ങൾ ആരാ? ഒരു വോയിസ് ആകും. നമ്മുടെ ഒരു വലിയ പ്രശ്നം അതാണ്, പലതായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കണം. അപ്പോൾ അതിനൊരു ബോർഡ് ഉണ്ടാകണം, അവർക്ക് ആനുകൂല്യം കിട്ടണം. സർക്കാരിൻ്റെ പല സ്ഥലങ്ങളിലെയും മറ്റ് മതസ്ഥർക്കും മറ്റ് സഭകൾക്കും സർക്കാർ ഭൂമി കൊടുക്കാറുണ്ട്. അത് പെൻറ്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് കിട്ടണം. അങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിച്ചു. പറഞ്ഞു, തങ്കുറൊന്ന് CM-നോട് കൊണ്ട് ഇത് പറയാം. ഞാൻ പറയാം. അപ്പോൾ CM എന്ന് പറയുന്ന പിണറായി സഖാവ് എന്ന് പറയുന്നത് എല്ലാവരും വലിയ ക്രൂർ ഇതാ. ഞാൻ പറയാം, അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ആരുമായിക്കോട്ടെ, ഇനി അടുത്ത മന്ത്രിസഭ ഇവർ തന്നെ തുടരും എന്ന് വിചാരിച്ചു, അധികാര സ്ഥാനത്തിൽ ആരിരുന്നാലും കല്ലേറും. സ്വാഭാവികമാണ്. ഇവൻ കഴിഞ്ഞ മന്ത്രിസഭ ഇതിന് മുമ്പേ ഉമ്മൻചാണ്ടി സാർ എന്തോ മാത്രം കേട്ടതല്ലേ അല്ലേ? അങ്ങേറെ വലിയ മനസ്സാവാചകാരൻ. നമുക്കൊക്കെ അറിയാം അദ്ദേഹം. ഞാൻ നേരിട്ട് കേരള ഹൗസിൽ താമസിക്കും. എൻ്റെ ഓപ്പോസിറ്റ് മുറിയിൽ ഞാൻ വയലാർജി ഒന്നിച്ചിരിക്കുക. ഒരു പെർമിഷൻ്റെ കാര്യമാണ് ഞങ്ങളുടെ ഉൾഫെക്മെൻറ്റിന് വേണ്ടി. അപ്പം ഓപ്പോസിറ്റിലാണ് ഉമ്മൻചാണ്ടി. അങ്ങ് മുറിക്കകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും. ഏതാ മെട്രോ റെയിൽ വരുന്ന കാര്യം എങ്ങനെയാണ് അങ്ങനെ. അപ്പം അടുത്തറിയുന്നവർക്കറിയാം. അപ്പം അധികാരത്തിൽ ആരിരുന്നാലും അവർ ചെയ്ത നന്മ ഒരിക്കലും പറയത്തില്ല. അവർ മരിച്ചു കഴിയുമ്പോഴേ പറയത്തുള്ളൂ. മരിച്ചു കഴിയുമ്പം പറയും, അവൻ യഥാർത്ഥമായി നല്ല മനുഷ്യനായത്, ക്രൂശി കിടന്ന് കുത്തി നശിപ്പിച്ച്. അല്ല, ഉമ്മൻചാണ്ടിയുടെ കാര്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് നിൽക്കുക. അപ്പോൾ അതല്ലേ യേശുവിനെ ചെയ്തത്? യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പം താഴെ നിൽക്കുന്ന ശതാധിപം പറയും, വാസ്തവത്തിൽ ജീവനോടെ ഇരിക്കുമ്പോൾ പറയാം. പിണറായി സഖാവിനെ കുറിച്ച് ഞാൻ പറയാം, ഹീസ് എ വെരി സിമ്പിൾ മാൻ. പക്ഷെ ഇപ്പം എന്നെക്കുറിച്ച് കേട്ടിട്ടില്ലേ, ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ്, ഗുണ്ടയാ. പക്ഷെ അങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. ഒരു ഓർഗനൈസേഷൻ്റെ മുമ്പിൽ നിൽക്കുക. പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യുന്നില്ല. എൻ്റെ സഭയിൽ പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യുന്ന പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ പുറമെ എന്ന് വെച്ചാൽ ഇവരൊരു റോങ് ഫേസ് ഉണ്ട്. നന്മ ചെയ്തതൊന്നും ഇവർ ശരിക്കും പ്രൊജക്റ്റും കൗണ്ട് ചെയ്യപ്പെടത്തില്ല, പ്രൊജക്റ്റും ചെയ്തില്ല. അപ്പോൾ ഏതായാലും ഞാൻ പിണറായി സഖാവിൻ്റെ അടുത്ത് ചെന്നു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. കാര്യം കേരള ഗവൺമെൻറ് പ്രോട്ടോക്കോളിനകത്ത് ഹെവൻലി ഫീസ്റ്റ് ഉണ്ട്, പക്ഷെ വേറെ പെൻറ്റക്കോസ്റ്റൽ ചർച്ചസ് ഇല്ല. ഞാൻ ഒരിക്കലും ഹെവൻലി ഫീസ്റ്റിന് വേണ്ടി നിന്നിട്ടില്ല, സഭകൾക്ക് വേണ്ടി നിന്നിട്ട്. അപ്പം പിന്നെ വാസവൻജി വന്നു. ഞങ്ങൾ 3 പേരോട് വരും. വാസവൻജിയാണ് ഇതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത്. അത് കഴിഞ്ഞ് വാസവൻജിയുടെ കാര്യം പറയുമ്പം അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ ആൾക്കാരുടെ ഇത് ഭയങ്കര കറപ്റ്റഡാണ്. ഞാൻ എൻ്റെ അനുഭവം പറയാം. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കിയിട്ട് വാങ്ങിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് വാങ്ങിച്ചാൽ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം പോകും, എനിക്ക് പറ്റത്തില്ല. എൻ്റെ അനുഭവം പറയും. ഏതായാലും അങ്ങനെയാണ് ഇൻ പ്രിൻസിപ്പിൾ സമ്മതിച്ചു. ഇൻ പ്രിൻസിപ്പിൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല, സമൂഹത്തിൽ നിന്ന് എല്ലാവരും അവരുടെ റെപ്രസെൻറ്റേഷൻ വന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴും മനസ്സിലായിട്ടില്ലാത്തത്, റിലിജൻ ക്രിസ്ത്യൻ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം പപ്പ പെൻറ്റക്കോസ്റ്റിനെതിരെ സമ്മതിക്കത്തില്ല. ഇനി സമ്മതിക്കും. തുടർ ഭരണം വരുവാണ്, ഇതിൻ്റെ അടുത്ത കാര്യങ്ങൾ നടപ്പിലാകും. അപ്പോൾ ആണ് PCI IPC എല്ലാത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് ഓർഡർ ആയത്. അല്ല, എനിക്ക് അതിനകത്ത് ഏറ്റവും തമാശയും സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, IPCയിലെ പാസ്റ്റർ ഫിലിപ്പി തോമസ് ആണ് IPCയെ പ്രതിനിധീകരിച്ച് അവിടെ വന്നതും ഈ നിവേദനം അങ്ങോട്ട് കൊടുത്തു. തൊട്ടടുത്ത് തങ്കു ബ്രദർ ഇരിക്കുകയാണ്. അപ്പോൾ തങ്കു ബ്രദറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഫിലിപ്പി തോമസ്. പാസ്റ്റർ ഫിലിപ്പി തോമസിനെയും കൂടെ ചേർത്ത്
ഈ ഒരു 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 കൂട്ടായ്മ ഒന്നിച്ചവിടെ പോയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനകത്തെല്ലാം ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിലും ദൈവപ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള വേർപാട് മാറിയിട്ട് ഒന്നിച്ച് നിൽക്കുക. എൻ്റെ തൊട്ട് സൈഡിലായിരുന്നു ഫിലിപ്പ് തോമസ്. അപ്പോൾ ആ പാസ്റ്ററിനോട് പറഞ്ഞു എങ്ങനെയും ശരിയാക്കണം. ഞാൻ പറഞ്ഞു ഈ മന്ത്രിസഭ ടെനിയർ തീരുന്ന മുമ്പേ ഇത് നടക്കും. കാര്യം ഓൾറെഡി എന്നോട് ഞാൻ പറയാം, ഈ വാസവൻജി പിണറായി സഖാവ് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും, നോക്കട്ടെ എന്ന് പറയത്തില്ല, നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കും. ഒരു അതാ ഒരു ഗവർണൻസ് എന്ന് പറയുന്നത്. നോക്കാമെന്നല്ല, നോക്കാം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഇത് ന്യായമായ ഒരു കാര്യമാണ്. എന്നോട് നോ എന്ന് പറഞ്ഞിട്ടുണ്ട് പല കാര്യം, നടക്കത്തില്ല. അപ്പം ഇത് ന്യായമാണെന്ന് കണ്ടപ്പോഴാണ് പെൻറ്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആയിരുന്നോ എനിക്ക് വെളിച്ചം കിട്ടിയതുപോലെ മനസ്സിലായി. ഇത് ആരെതിർത്താലും ഇത് ക്യാബിനറ്റ് പാസ്സാക്കും. സത്യത്തിൽ ആ നിയമം കൊണ്ട് എന്ത് നേട്ടം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു സംശയമുണ്ട്. അതെ, അങ്ങനെ ഇപ്പം പെന്തക്കോസ്തിനെ അംഗീകരിക്കാൻ ഇത് 10-100 വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പൊ അംഗീകരിച്ചു എന്ന് പറയുന്നത് സഭയാണെന്ന്. ഞങ്ങൾ സഭയാണല്ലോ, അങ്ങനെ ഒരു സഭയാണല്ലോ. അതെ അതെ, ഇത് വെറും അത് എന്ത് ഇവരുടെ അംഗീകാരം നമുക്ക് തന്നെ എടുക്കാനാ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ട്. പാസ്റ്ററിന്റെ ഒരു ഇതിനെ കുറിച്ച് ഒരു സാധനം അതിനകത്ത് ഒരു ക്ലാരിറ്റി കുറേ ക്ലാരിറ്റി കൊണ്ടുവന്നായിരുന്നു. അതിനകത്ത് ഇത് സൊസൈറ്റിയും ട്രസ്റ്റുമായിരുന്നു. ഇന്ന് ചർച്ചായിട്ട് ഡിക്ലെയർ ചെയ്തു. മാത്രമല്ല 2-3 അംഗ കമ്മിറ്റി പഠിക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. SC/ST വിഭാഗത്തിൽ നിന്ന് പോലും ഉള്ളവർക്ക് ഇത് ബാധകമാകും. അപ്പം അതൊക്കെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒന്ന് ഇച്ഛാശക്തി വേണം, 200 പേരുടെ അഭിപ്രായമല്ല. ഇതിനകത്ത് ന്യായമുണ്ടെന്ന് നീതിയുണ്ടെന്ന് അറിഞ്ഞ് അപ്പം തന്നെ ആ തീരുമാനം എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനമില്ല. നേരത്തെ ഉണ്ടായിരുന്ന കരുണാകരൻ ലീഡർ ഞാനുമായിട്ട് ഇതുപോലെ തന്നെ ഒരു ബന്ധമായിരുന്നു. ലീഡർ എനിക്ക് ഇത് വേണം, അത് ഞാൻ ബിസിനസ് അപ്പം ചെയ്തിരിക്കും. അത് ഒരു ഇച്ഛാശക്തിയാണ്. അതിനേക്കാളും പവർഫുള്ളാണ് പിണറായി സഖാവ്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, എല്ലാവരും വന്നു, എല്ലാവരുടെ കാര്യങ്ങൾ കേട്ടു എന്ന് പറഞ്ഞ് ഞാനും ചെയ്തു. സോ അത് ലോകം അറിഞ്ഞില്ലെങ്കിൽ എന്നാ അറിയുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടി അനുഭവിക്കുന്നു. ഞാൻ വടക്കിന്ത്യയിൽ പോകുമ്പം ഇവരൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് പോകുന്നത്. അവിടെ ലോക്കൽ അവരുമായിട്ടിരുന്ന് സംസാരിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. അത് അയൺ ഔട്ട് ചെയ്തിട്ടേ ഞാൻ വരും. അപ്പോൾ ഇത് പെൻറ്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ ഗ്രാഹ്യം മനസ്സിലായില്ല, വികാരത്തിലല്ല പോകുന്നത്, പ്രായോഗികത്തിൽ. അത് അടുത്തൊരു പേഴ്സണലല്ല, ഈ പെന്തിക്കോസ്തുകാർ തങ്കബ്രദറിനെ അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എനിക്ക് അംഗീകാരം വേണ്ടല്ലോ. ഇപ്പം IPC എന്നെ പ്രസംഗിക്കാൻ വിളിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. നമ്മുടെ സഭയിൽ തന്നെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അംഗീകാരം കിട്ടുന്നത് അവിടെ പ്രസംഗിക്കാൻ കിട്ടുമ്പോഴല്ല. അപ്പം ആദ്യകാലം മുതൽ ഞാൻ വിശ്വാസത്തിലിറങ്ങും. ഞാൻ ബിസിനസ്സുകാരനായിരുന്നു. അതെ, അതുകൊണ്ട് എന്നെ പ്രസംഗിക്കാൻ ആരും വിളിക്കേണ്ടെന്ന്. എനിക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം, സഭയെന്നോ കൂട്ടായ്മയെന്നൊന്നും വിദൂരമായിട്ട് പോലും പോയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും വിളിക്കണം, ഇത് എന്നെ വിളിക്കാത്ത അങ്ങനെ ഒരു താല്പര്യങ്ങളില്ല. ഇല്ല. 1. 2, ഞാൻ പല സ്ഥലത്തും പോകുമ്പം ഞാനിവിടെ വന്നിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കിട്ടുമോ? ആ പരിപാടി വരെ ചോദിച്ചിട്ടില്ല ഒരു ഒറ്റയാളോട്. കാര്യം ഇപ്പം തന്നെയുള്ള അസൈൻമെൻറ്റ് തീർക്കാൻ പറ്റുന്നില്ല 365 ദിവസം. വിദേശ രാജ്യങ്ങൾ ഞാൻ പറയുന്നത്, ഞാൻ വിദേശത്ത് പോകുമ്പോൾ മലയാളികളുടെ ഇടയിലല്ല. ഞാനിപ്പം ഗാനയിൽ നിന്നാണ് വരുന്നത്, സ്റ്റേറ്റ് ഗസ്റ്റായിട്ടാണ്. അവിടുത്തെ പ്രോട്ടോക്കോൾ സ്വീകരണവും ഫുൾ എസ്കോർട്ടോടെയാണ് പോലെ. അങ്ങനെയുള്ളപ്പോൾ IPCയോ പെൻറ്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും, ഞാൻ പറഞ്ഞ ഒരു സത്യം ഞാൻ പറയാം. ഈ സത്യം ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേ, PMP പപ്പച്ചൻ മുതൽ അവരൊക്കെ വില കൊടുത്ത് എനിക്കുണ്ടാക്കി തന്ന സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവുണ്ട് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ അധികം ബഹുമാനിക്കും. ഞാൻ TJ ശ്യാമൽ പാസ്റ്ററൊക്കെ കൺട്രോൾമെൻറ്റ് ഹൗസിൽ VD സതീഷിൻ്റെ വീട്ടിലെ മീറ്റിംഗ്, ഞാൻ സാൻകുട്ടി ബ്രദറുണ്ടായിരുന്നു, ശ്രദ്ധിച്ചു കാണും. ഞാൻ ഓരോരുത്തരുടെ അടുക്കൽ ഞാൻ പരസ്യമായിട്ടും പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കി വെച്ച, നിങ്ങൾ വില കൊടുത്ത ആ സ്റ്റേജിൻ്റെ കാല് നിങ്ങളാണ്.
അതിൻ്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് എന്തോ വലിയ കാര്യമൊന്നും ചെയ്തില്ല. അവരാ കണ്ണീരോടെ വിതച്ചത് ഞാനാ പോയി. PM ഫിലിപ്പ് അപ്പച്ചൻ ഞാനായിട്ട് വളരെ ക്ലോസ് ആണ്. എന്നെ ഒത്തിരി വഴക്കും പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുമുണ്ട്. ആ തിരുത്തിൽ ഞാൻ പിണങ്ങിയിട്ടില്ല. നന്നായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇപ്പം ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പം എൻ്റെ അമ്മ എല്ലാവരും എതിരാണ്. കാര്യം കുടുംബത്തിൻ്റെ മുഖം കരി തേക്കാനായിട്ട് ഒരുത്തന്നെ ഇറങ്ങിയിരിക്കുക, വിശ്വാസിയ. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യ വീട്ടിൽ ഒരാൾ വിശ്വാസി, അവരുടെ വീട്ടിലൊരു കൂട്ടായ്മ. അപ്പോൾ എന്നോട് പറഞ്ഞു ആരെങ്കിലും ഒന്ന് വിളിക്കുക. അപ്പോൾ ഒരു അംഗീകാരമാണ്. ഞാൻ നേരെ വടവാതിൽ പോയി ഫിലിപ്പ് അപ്പച്ചനെ വിളിച്ചിട്ട് അപ്പച്ച വരണം. അപ്പച്ചൻ പിന്നെ എന്നെ വരാമെന്ന്. അങ്ങനെ എൻ്റെ കാറെ കയറ്റി അവിടെ ചെന്നു. PM ഫിലിപ്പ് അപ്പച്ചനെ പ്രസംഗിക്കാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് പറഞ്ഞു, തങ്കു സഹോദരൻ പ്രാർത്ഥിച്ച് അവസാനിക്കും. PM ഫിലിപ്പ് അപ്പച്ചൻ അവിടെ കസേരയിരുന്നു. ഞാൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് എല്ലാവരുടെ കണ്ണുകൾ അടയ്ക്കണം, ഇവിടെ ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒച്ചത്തിൽ എൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട്, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് പറഞ്ഞത്, വ്യാപരിപ്പിക്കാനല്ല പറഞ്ഞത്. എന്നെ പിടിച്ചിരുത്തി. ഞാൻ ഓർത്ത് നോക്ക്, ഞാൻ ഭൂമി പിളർന്നു പോകണമെന്ന്. എൻ്റെ കസിൻസിൻ്റെ മുമ്പേ ഭയങ്കര വെയിറ്റോടെ നമ്മളെ വിളിച്ചോണ്ട് വന്നതാ. എനിക്ക് അത് കഴിഞ്ഞ് ഇരുത്തി കഴിഞ്ഞ് പറയാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. ഞാൻ എഴുന്നേറ്റ് കർത്താവെ മീറ്റിങ്ങിനായി സ്തോത്രം, വചനത്തിനായി സ്തോത്രം, ആമേൻ, അങ്ങനെയാണ് പ്രാർത്ഥിച്ച് അവസാനം. പിന്നെ വ്യാപരിപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയുള്ളൂ എല്ലാവരുടെ മുമ്പിലാണ്. ശുശ്രൂഷ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വ്യാപരിപ്പിക്കേണ്ട. അത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ല. അത് ഞാൻ പിണക്കായിട്ടെടുത്തില്ല, ഒരു പാഠമായിട്ട്. ആരെങ്കിലും പ്രാർത്ഥിച്ച് അവസാനിക്കാൻ ഇപ്പം സ്റ്റേജിൽ കയറ്റാൻ പറഞ്ഞാൽ ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറയത്തില്ല. അങ്ങനെ ഒത്തിരി തിരുത്തലുകൾ PM ഫിലിപ്പ്. അല്ല, ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഈ പലപ്പോഴും പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. അല്ല, ആശുപത്രി കിടക്കുമ്പോൾ അവിടെ ഒരു കഷ്ടം, അയലോക്കത്തെ പേഷ്യൻസ് ചത്തുപോകും. അതുമാത്രമല്ല, പ്രാർത്ഥന നീട്ടം. യേശു പറഞ്ഞ രോഗികളുടെ മേൽ കൈവച്ച സൗഖ്യമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് വിശന്നിരിക്കുക ഇതെല്ലാം വിളമ്പി വെച്ചേക്കുക. ഏതൻ തോട്ടത്തിൽ സാധാരണ ആപ്പിൾ കൊടുത്ത പിതാവേ, മരുഭൂമിയിൽ മന്ന തന്ന കർത്താവ്, ചെങ്കടൽ പിളർത്തിയവനെ, ഇവിടെ ആ കോഴിക്കാല് നമ്മൾ നോക്കി ചിരിച്ചോണ്ടിരിക്കുക. വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരം തിന്ന പിതാവ്. ഇത് 9th സ്തോത്രം തീർന്നു. അപ്പോൾ അത് എന്നെ PM ഫിലിപ്പ് അപ്പച്ചനെ പഠിപ്പിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇവരെല്ലാം KC ജോൺ പാസ്റ്റർ തിരുനക്കര മൈതാനത്തിൻ്റെ സ്റ്റേജിൽ നിൽക്കുക, ഞാൻ റോഡിൽ നിൽക്കുക, പാക്ഡ് കോട്ടയം. അവിടെ എനിക്ക് തൊടും അഭിഷേകം. ഞാൻ എപ്പോഴും KC ജോൺ പാസ്റ്ററിനോട് പറയും, ദൈവം തന്ന അഭിഷേകവും കൃപവരും തിരിച്ചെടുക്കത്തില്ല. പാസ്റ്റർ ഹല്ലേലൂയ പറഞ്ഞ ഒരു സ്റ്റേഡിയം ഇപ്പോഴും അഭിഷേകം കൊണ്ട് നിറയും. പല പ്രാവശ്യം ഞാൻ നേരിട്ട് പറഞ്ഞു. അല്ല, നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ മീറ്റിംഗ് കൊച്ചിയിൽ നടന്നു. പിന്നെ ഞാൻ അന്ന് വരാൻ പറ്റി. തോമസ് ബ്രദർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ KC ജോൺ 5 മിനിറ്റ് എഴുന്നേറ്റ് നിന്നൊരു ചെറിയ കടൽ പത്രോസിനോട് കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ ആ സംഭവമാണ് ഈ പിന്നെ മീൻ പിടിക്കുന്നതിൻ്റെ. പത്രോസെ, കടൽ എൻ്റേതാണ്. ഒരു വാക്കിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ദൈവദാസന്മാരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ആ ഒരു ഭയങ്കര അനോയിൻറ്റിങ് നമുക്കത്. അപ്പം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ പഴയ വിശ്വാസം, നമ്മുടെ ജോർജ് പാസ്റ്റർ മരിച്ചു. നമ്മുടെ ഇവിടെ ഈ ടാബർനാക്കിളിൻ്റെ താഴെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയി റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കാൻ പോകും. അങ്ങനെയുള്ളവർ കണ്ണീരോടെയും വേർപാട് അവരുടെ മനസ്സിലെ ശരിയുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ആചരിച്ച അവരുണ്ടാക്കിയ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. അത് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ബഹുമാനിക്കുകയും അന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, സാംകുട്ടി ബ്രദറിൻ്റെ കൺമുമ്പിലാണ് കണ്ടത്. ഇവരെല്ലാവരെയും, ഫിലിപ്പ് തോമസ് മുതൽ എല്ലാവരെയും വ്യക്തിപരമായി ഞാൻ കൈ കൊടുത്ത് അവരോട് അത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞത്. IPC, ചർച്ച് ഓഫ് ഗോഡ്,
ഇപ്പം ഞാൻ ആഭരണം ഇട്ടെന്ന് പറഞ്ഞ ന്യൂ ജനറേഷൻ അവർ ആഭരണം ഊരി ത്യാഗം സഹിച്ചതാണ് അല്ലേ? മനസ്സിലായി. തീർച്ചയായിട്ടും ആ കാലഘട്ടം ഓർക്കണം. ആ അവര് ഇറങ്ങി ഇപ്പം നമുക്ക് ആഭരണം ഇടാൻ അത്ര ബുദ്ധിമുട്ടില്ല. പണ്ട് കാലഘട്ടം ഇറങ്ങി വന്ന കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ അവരനുഭവിച്ച ത്യാഗത്തിൻ്റെ പുറത്തേ ഞാൻ പണിയുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഉത്ഭവിച്ച് വന്നൊന്നുമല്ല. ഓക്കെ, ഞാൻ അവരെക്കാളും വലുതല്ല. നമ്മൾ ഇന്ന് തങ്കു ബ്രദറുമായിട്ടുള്ള ഈ സംഭാഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തങ്കു ബ്രദർ പറഞ്ഞത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു എങ്ങനെയായിരിക്കണം സഭ രാഷ്ട്രീയത്തോട് എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് രാഷ്ട്രീയം കടന്നു വന്നാൽ അത് അപകടമാകും എന്നുള്ളത് കൊറിയയിലെ സഭയുടെ അനുഭവം വെച്ച് അദ്ദേഹം നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കേണ്ട നിരവധി കാര്യങ്ങൾ അദ്ദേഹം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ ഈ അഭിമുഖത്തിൽ കേട്ടു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യെസ്.